ഹലോ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് LED ബൾബ്, അതായത് ഫ്യൂസ് ആയിട്ടുള്ള LED ബൾബ് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ ഞാൻ സൈഡിൽ കാണിച്ചില്ലേ, അതേപോലെ ഒരു ഫിഗറിലേക്ക് ലാസ്റ്റ് എത്തും. അപ്പോൾ അതാ ഞാൻ KCB എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ കാണിക്കുകയാണ്. അതെന്തായാലും നമ്മൾ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ആ സാധനങ്ങളെല്ലാം മാറ്റണം. എല്ലാ ദിവസവും അത് നല്ല രീതിക്ക് എടുത്ത് കാണിക്കും. അപ്പോൾ ഞാൻ സാൻഡ് പേപ്പർ വെച്ചിട്ട് നല്ല രീതിക്ക് എടുത്ത് ചുരണ്ടി കളയുന്നുണ്ട്. അല്ലാത്ത പക്ഷം അത് നമുക്കത് ഒരു വൃത്തികേടായിട്ട് തോന്നണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടൂള്. ഈ സാധനത്തിലാണ് നമ്മൾ ഇന്ന് എല്ലാം ചെയ്യാൻ പോകുന്നത്, LED ഫ്യൂസ് ബൾബ് കേട്ടോ. അപ്പം അത് ഞാൻ ജസ്റ്റ് വെച്ച് നോക്കുകയാണ്, എങ്ങനെ ഉണ്ടാവും കാര്യങ്ങളെന്നൊക്കെ വെച്ച് നോക്കുകയാണ്. വെച്ച് നോക്കി ഈ ഒരു ലെവലിലേക്ക് നിൽക്കണം സാധനം. അപ്പം ഇനി നമുക്ക് അടുത്ത കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പം ഞാനത് സാൻഡ് പേപ്പർ വെച്ചിട്ട് KCB എന്ന് പറഞ്ഞിട്ടുള്ള സാധനം എല്ലാം റബ്ബ് ചെയ്ത് കളയുന്നുണ്ട്. കാരണം അത് കളഞ്ഞില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ സാൻഡ് പേപ്പർ വെച്ചിട്ട് അതെല്ലാം കളയുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അത്ര വലിയ എഫേർട്ടുള്ള പണിയൊന്നുമല്ല. കുറച്ച് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. അധികം കാര്യങ്ങളൊന്നുമില്ല. ക്ലേ ആവശ്യമാണ്, അക്രിലിക് പെയിൻറ്റ്സും കുറച്ച് ആവശ്യമാണ്. അപ്പോൾ അതൊന്ന് നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണ് ഞാനത് കണ്ടിട്ട് എനിക്ക് റെഫറൻസ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ചെയ്യണം പറഞ്ഞിട്ട്. അപ്പോൾ ഫ്യൂസ് ബൾബ് കണ്ടപ്പോൾ ഞാൻ വേഗം എടുത്തിട്ട് അതാണ് ഓർമ്മ വന്നിട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഞാൻ ക്ലീനാക്കി എടുത്തതിന് ശേഷം ഇനിയാണ് നമുക്ക് ക്ലേൻ്റെ ആവശ്യം വരുന്നത്. ക്ലേക്ക് ഞാൻ ഒരു ഡാർക്ക് റെഡ് ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് അത് വേണ്ടായിരുന്നു. ഞാൻ ഒരു പേസ്റ്റൽ എന്നുള്ള രീതിയിൽ കളറിൽ തരാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ കൂടെ വൈറ്റ് ക്ലേ പിന്നെയും മിക്സ് ചെയ്ത് അതിന് ഞാൻ നല്ല രീതിക്ക് എന്താ പറയുക മിക്സ് ചെയ്തതിന് ശേഷം അത് മൂടിനകത്ത് ഞാനത് വെക്കുകയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇതുപോലെ, അതായത് ഈ കൈ തട്ടിയിട്ട് ഈ ഫിംഗർ പ്രിൻ്റ് പോലെയും റിങ്കിൾസ് പോലെയൊക്കെ വരാൻ നല്ല ചാൻസാണ്. പക്ഷേ അതൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് സ്മൂത്തായിട്ട് വരണം. അപ്പോഴാണ് നമ്മുടെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് കാര്യങ്ങൾ വരുള്ളൂ. അപ്പം ഞാനിത് കുറേ നമ്മൾ അത്രയ്ക്ക് എഫേർട്ടില്ല, പക്ഷേ എങ്കിലും എഫേർട്ടുണ്ട്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആ മടക്ക് ചുളിവ് എന്നൊന്നും കാണാൻ പാടില്ല. കണ്ടു കഴിഞ്ഞാൽ ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടില്ല. നമ്മൾ കണ്ടിട്ടില്ലേ കൂടെല്ലാം വിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷനിലേക്ക് വരണമെങ്കിൽ, കാണുന്നവർക്കും ഭംഗി വരണമെങ്കിൽ നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്തേ മതിയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ പ്രസ് ചെയ്ത് കൊണ്ടേയിരിക്കണം. റിങ്കിൾസും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഫോൾഡ് ചെയ്ത ഭാഗം അല്ലെങ്കിൽ അങ്ങനെ മുറിഞ്ഞ് കൊടുക്കുക, അതൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് ചെയ്യണം. എല്ലാ സൈഡും അമർത്തി കറക്റ്റായിട്ട് ചെയ്യണം. എക്സസ് ആണ് ക്ലേ എങ്കിൽ അതെടുത്ത് മാറ്റിയിട്ട് പിന്നെയും കറക്റ്റായിട്ട് ചെയ്യണം. അതെല്ലാം നമ്മുടെ കാര്യമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമുക്ക് കറക്റ്റ് ലുക്കിലേക്ക് വരുന്നത് പറഞ്ഞാൽ അത്രത്തോളം എഫേർട്ട് നമ്മൾ ഇട്ടേ മതിയാവുള്ളൂ. കാരണം ഒരു കാര്യം ചെയ്യുക പറയുമ്പോൾ അത് കറക്റ്റായിട്ട് ഒരു ലുക്കിലേക്ക് എത്തിയിട്ടെങ്കിൽ മാത്രമേ അത് ശരിയാവുള്ളൂ. അല്ലാത്ത പക്ഷം പിന്നെയും നമുക്കത് ബുദ്ധിമുട്ട് തന്നെ ആവുള്ളൂ. അപ്പോൾ നമുക്കത് കറക്റ്റായി നോക്കണം. ഔട്ട്പുട്ട് എപ്പോഴും നന്നായിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷനാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ആ എഫേർട്ട് ഇട്ടേ മതിയാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്ലേ വെച്ചിട്ട് ഇനിയും ചെയ്യണം. പ്രസ് ചെയ്ത് ഞാൻ വേറെ ഒരു ടൂൾസ് കൊടുത്തിട്ടില്ല. ക്ലേക്ക് വേണമെങ്കിൽ വേറെ ടൂൾസ് ഉണ്ടാവും, പക്ഷേ ഞാൻ പ്രസ് ചെയ്തിട്ട് തന്നെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എനിക്ക് പറ്റുന്ന രീതിയിൽ സ്മൂത്ത് ആക്കിയിട്ടുണ്ട് ടെക്സ്ചർ. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് ഇപ്പോൾ മേലത്തെ ടോപ്പ് പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ബോട്ടം താഴെയുള്ള കാര്യത്തിൽ നമുക്ക് പെയിൻറ്റിങ് കാര്യങ്ങൾ വരുവാണ്. അപ്പോൾ ആ സാധനത്തിൽ ഞാൻ പെയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ ബേസ് കളറായിട്ട് എടുക്കാൻ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ എന്താ പറയുക ബ്രഷാണ് കേട്ടോ. ആൽക്കമോൾ എനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിന് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആൽക്കയ്ക്ക് താങ്ക് യു. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഈ ബ്രഷ് എനിക്ക് ഓരോന്നിനും ഓരോ ബ്രഷുകളില്ല. അപ്പോൾ എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. ഓക്കെ, അപ്പോൾ ഞാൻ എടുത്തു അക്രിലിക് പെയിൻ്റ് എടുത്തു. ഞാൻ യെല്ലോ, അതായത് ലെമൺ യെല്ലോ ആണ് എടുത്തത്. അക്രിലിക് പെയിൻറ്റ് ലെമൺ യെല്ലോ എടുത്തതിന് ശേഷം ആ ബേസ് കൊടുത്തു. ബേസ് വന്നിട്ട് ലെമൺ യെല്ലോ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾക്ക് ഇതന്നെ കൊടുക്കണമെന്നൊന്നുമില്ല, ഓരോരുത്തരുടെ ഒരു ഇഷ്ടമാണ്. അപ്പോൾ ഏത് കളർ കൊടുക്കണം, ഏത് പേസ്റ്റൽ കളേഴ്സാണ് കുറച്ചും കൂടെ എനിക്ക് നന്നായിരിക്കും തോന്നും ബേസിന്. അപ്പം അതാകുമ്പോൾ കുറച്ചും കൂടെ ഒരു നല്ലൊരു ലുക്ക് കിട്ടും. അപ്പോൾ ഞാനതുപോലെ ലെമൺ യെല്ലോ ആണ് കൊടുക്കുന്നത്. ലെമൺ യെല്ലോ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ ഫിനിഷിങ് എല്ലാം കറക്റ്റായിട്ട് ഉണ്ടാവണം. ഇപ്പോൾ പെയിൻറ്റിങ്ങിനുള്ള ഒരു ഏരിയ പറയുമ്പോൾ അത്രയ്ക്കായിട്ടൊന്നും ഇല്ല, ചെറിയ രീതിക്കേ ഉള്ളൂ ഈ ഒരു കാര്യം. പിന്നെ അതിൽ കുറച്ച് വർക്ക് വരും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് കൂടുതലായിട്ടൊന്നും നമുക്കതിൽ എഫേർട്ട് പിന്നെ പെയിൻറ്റിങ്ങിനുള്ള കാര്യം ഉണ്ടെന്ന് പറയാനായിട്ടൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ക്ലേൻ്റെ ടൂൾസ് കൊണ്ട് അപ്പുറത്ത് കിടക്കണം കേട്ടോ. ഞാൻ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല എന്ന് വേണം പറയാം. കൈകൊണ്ട് തന്നെയാണ് മൊത്തം സ്മൂത്തായിട്ടുള്ള ടെക്സ്ചറിലേക്ക് കൊണ്ടുവന്നത്. അതൊന്നും യൂസ് ചെയ്തിട്ടൊന്നുമില്ല. അതെനിക്ക് സത്യം പറഞ്ഞാൽ യൂസ് ചെയ്യാനേ അറിയില്ല എന്ന് വേണം പറയാൻ. കൈ കൊണ്ട് തന്നെ ആ ഒരു ടെക്സ്ചറിലേക്ക് കൊണ്ടുവന്നുണ്ട്.
ഓക്കെ. അപ്പോൾ ഞാനിത് ഉണങ്ങാൻ വെക്കണം. അല്ലാതെ ഇരുന്ന് പറഞ്ഞാൽ ഉണങ്ങണതിന് മേലെ കൂടെ പെയിൻ്റ് അടിച്ചാൽ അത് ഉറപ്പായിട്ട് സ്പ്രെഡായി മോശവും. എത്ര നേരം എടുത്ത എഫേർട്ട് എന്തായാലും പോയി കിട്ടും. അപ്പോൾ ഞാനത് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വെച്ചു. ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് വന്നിട്ട് എൻ്റെ അരവണ ടിന്നിൽ ഞാൻ പെൻ ഹോൾഡർ ഉണ്ടാക്കിയതാണ്, അരവണ ടിന്ന് വെച്ചിട്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാണ്. ഈ ഗ്യാപ്പിൽ എൻ്റെ ബ്രഷെല്ലാം ഇട്ട് വയ്ക്കാൻ ഇപ്പോൾ സൗകര്യമായിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരുവാണ്. അരവണ ടിന്നാണ് കളയാറ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ എൻ്റെ വീഡിയോയിലുണ്ട്, ചാനലിലുണ്ട്, അതൊന്ന് കയറി കാണുമായിട്ട്. നല്ല രസമാണ്, നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് ഈ സാധനങ്ങളൊക്കെ വെക്കാൻ നല്ല എളുപ്പമായി, ബ്രഷെല്ലാം. അപ്പോൾ ഞാനത് ഉണങ്ങാൻ വെച്ച ഗ്യാപ്പ് കൊണ്ട് ആ മേലെയുള്ള ആ ക്ലേ വെച്ചിട്ടുള്ള സ്ഥലത്ത് വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലുള്ള ഡോട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വന്നിട്ട് ഡോട്ടുകൾ വന്നിട്ട് കുറച്ച് ഗ്യാപ്പിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് ക്ലോസ് ആയിട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് സമാധാനമായിട്ട് ചെയ്യണം. എന്ത് ചെയ്യണമെങ്കിലും സമാധാനമായിട്ട് തന്നെ ചെയ്യണം. സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത്ര നേരം എടുത്ത എഫേർട്ട് മുഴുവൻ പോകും. കാരണം ഇതിപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ഞാൻ ചെയ്യുന്നത്. ഓരോന്നും കുറച്ച് ഗ്യാപ്പ് വിടണം. ഇത്തരം ഡോട്ട് ഇല്ലെങ്കിലും കുഴപ്പമുണ്ടാവില്ല, ഉണ്ടെങ്കിലും കുഴപ്പമില്ല. കാരണം നമുക്ക് ആ ഒരു ലുക്കിലേക്ക് എത്തിയാൽ മതി. ഓവറായിട്ട് അടുപ്പിച്ച് ഡോട്ട് ഇടരുത്. അപ്പോൾ ഞാനത് വൈറ്റ് കളറ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഏത് കളറ് വേണമെങ്കിലും ചെയ്യാം. കാരണം ഇതൊരു ടോപ്പിൽ എന്തായാലും അല്ല, ഈ ഒരു ഇതിൽ എന്തായാലും വൈറ്റ് തന്നെയേ വരുള്ളൂ. ബാക്കിയുള്ള ബേസിൽ എന്ത് വേണമെങ്കിലും കളർ വേണമെങ്കിൽ നമുക്ക് പേസ്റ്റൽ കളർ എന്ത് വേണമെങ്കിലും വെച്ച് ചെയ്യാനൊക്കെ പറ്റും. നമുക്കൊരു എന്താ പറയുക, ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വെക്കേഷനൊക്കെ വരുന്ന സമയത്താണെങ്കിലും ഹോളിഡേയ്സിലൊക്കെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ഒരു പണി കിട്ടുവാണെങ്കിൽ അവരങ്ങനെ ഇരിക്കും കുറച്ച് നേരം ഇതുകൊണ്ട്. അപ്പോൾ ഇതും ഞാൻ ക്ഷമയോടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലേൻ്റെ പുറത്താണ് നമ്മൾ ഈ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഡോട്ടുകൾ. അപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ആ സൈഡിൽ കൂടെയാണ്, സൈഡിലും താഴെയായിട്ട് മാത്രമേ കൊടുക്കാനുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മളൊരു പേപ്പർ വിരിച്ചിട്ടൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ ആ ഷീറ്റിൻ്റെ മേലെ പേപ്പർ വിരിച്ചിട്ട് ചെയ്യണം. കാരണം അല്ലാത്ത പക്ഷം ഈ പെയിൻറ്റൊക്കെ തട്ടി വീണിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോറാവും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ന്യൂസ് പേപ്പർ എന്തെങ്കിലുമൊക്കെ വിരിച്ചിട്ടാണ് ചെയ്യുള്ളൂ. ഇതുപോലുള്ള പെയിൻറ്റിങ് ആണെങ്കിലും എൻ്റെ വർക്കാണെങ്കിലും ഷീറ്റിലാവാത്ത രീതിയിലാണ് ചെയ്യാൻ നിൽക്കുള്ളൂ. അല്ലാത്ത പക്ഷം ഭയങ്കര ബുദ്ധിമുട്ടാവും. അതെല്ലാം തട്ടി വീഴുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കറക്റ്റായിട്ട് റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ. ആ സമയം കൊണ്ട് എൻ്റെ യെല്ലോ ബേസ് ഉണങ്ങി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. ഉണങ്ങി കിട്ടാനും കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതൊന്ന് സെറ്റാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് എല്ലാവരും ചെയ്യാനൊക്കെ ശ്രമിക്കുക. ഒരുപാട് വലിയ കാര്യങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് റെഫറൻസൊക്കെ ഉണ്ട്. പിൻട്രസ്റ്റിലൊക്കെ ആണെങ്കിലും എല്ലായിടത്തും ഒരുപാട് സ്ഥലത്ത് റെഫറൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നോക്കുക, ചെയ്യുക. അപ്പോൾ എന്ത് ഞാൻ ചെയ്തതായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്തു വരുമ്പോൾ നമ്മുടെ അതിലുള്ള ഒരു ക്രിയേറ്റിവിറ്റി അതിനകത്ത് വരും. എത്ര റെഫറൻസ് എടുത്ത് നോക്കിയാലും ലാസ്റ്റ് ചെയ്തു വരുമ്പോൾ നമ്മുടേതായിട്ടുള്ളൊരു ഇതേ അതിനകത്ത് വരുള്ളൂ. അതങ്ങനെയാണ്. നമ്മൾ എന്തെങ്കിലും സ്വന്തം ഒരു കയ്യിൽ നിന്ന് എടുത്തിടും പറഞ്ഞ പോലെ ആവും ലാസ്റ്റ്. അങ്ങനെയാണ് വരാൻ പാടുള്ളൂ. ഓക്കെ. അപ്പോൾ ഞാനത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഗ്രീൻ കളറ് ഒരു ഇത് കൊടുക്കുകയാണ്, ചുമ്മാ ഒരു ലീഫ് പോലെയൊക്കെ കൊടുക്കുകയാണ്. ഉള്ളിലത്തെ സാധനങ്ങളൊന്നും ഞാൻ അതിൽ ബൾബിലത്തെ ഉള്ളിലത്തെ സാധനങ്ങളൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. കാരണം അതങ്ങനെ ഇരിക്കട്ടെ എന്ന് കരുതി. കാരണം ഇതിപ്പോൾ ടോപ്പിൽ വെച്ച് ക്ലോസ് ചെയ്യുമ്പോൾ ഇതൊന്നും കാണാൻ പോവില്ല. അപ്പോൾ ഞാനതങ്ങനെ ഇരിക്കട്ടെ എന്ന് തന്നെ കരുതിയിട്ടുണ്ട്. ഇപ്പോൾ ഗ്രീൻ കളറിൽ ഇത് കൊടുക്കുകയാണ്, ലീഫ് കൊടുക്കുകയാണ്. ശേഷം റെഡ് കളറിലും ഒരു പൂ പോലെയൊക്കെ കൊടുക്കുന്നുണ്ട്. മഷ്റൂംസ് ഒരുപാട് തരത്തിലുണ്ട്. ഇപ്പോൾ ഇതൊന്നും ഇങ്ങനെ നമ്മുടെ രീതിക്ക് നമ്മൾ കൊടുക്കുക, അതിൽ ഭംഗിയാക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഫ്ലവേഴ്സ് താഴെ ഒരു ഫ്ലവർ അല്ലെങ്കിൽ ലീഫ് ഒരു പൂ പോലെയൊക്കെ ഞാൻ കൊടുക്കണത്. ഇത് ചുമ്മാ നമ്മുടെ ഒരു രീതിക്ക് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അതും ശ്രദ്ധിച്ച് തന്നെ ചെയ്യണമുണ്ട്. സ്പ്രെഡായി കഴിഞ്ഞാൽ ബോറാവും. കാരണം നമുക്ക് ഒരു വൺ ടൈമാണ് ഇതിൽ കാര്യങ്ങളെല്ലാം. പെട്ടെന്ന് സ്പ്രെഡായി കഴിഞ്ഞാൽ പിന്നെ അതോ ഓൾട്ടർ ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. കാരണം ഒരു വർക്ക് ഫിനിഷിങ്ങിന് അത്രയും എത്തി ലാസ്റ്റ് കയ്യപുരത്തിൽ എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞാൽ പിന്നെ അതൊന്നിനും പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരും. അപ്പോൾ അതെപ്പോഴും കെയർഫുള്ളായിട്ടിരിക്കണം. പിന്നെ അടുത്ത കളർ എടുക്കുക, അതൊന്നും നടക്കണ കേസല്ല. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നത് കറക്റ്റായിട്ട് ചെയ്യാൻ മാക്സിമം നോക്കണം. അതെന്ത് തന്നെയാണെങ്കിലും പ്രത്യേകിച്ച് പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ അല്ലാത്ത പക്ഷം ആ ഒരു സാധനം പോയി കിട്ടും. ഓക്കെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളായിട്ടാണ് പെയിൻറ്റിങ്ങിലേക്ക് കാര്യങ്ങൾ നോക്കുള്ളൂ. ഓക്കെ. രണ്ടാമതായിട്ടുള്ളൊരു പണിക്ക് വേണ്ടി ഞാൻ നോക്കില്ല. ആ ഒരു ഒറ്റ സ്ട്രെച്ചിൽ തന്നെ തീരാവുന്ന രീതിക്ക്. ഓക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഗ്രീൻ കളർ ആക്രിലിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ
ഓൾമോസ്റ്റ് നമ്മുടെ വർക്ക് തീരാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ വലുതായിട്ടൊന്നും ഉള്ളതായിട്ടില്ല. ക്ഷമയോടെ ഓരോ കാര്യങ്ങളും ചെയ്യുക. ഇനിയിപ്പോൾ നമുക്കൊരു റെഡ് കളറിൻ്റെ കൂടെ ആവശ്യമുണ്ട് ഇതിന്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ വേറെ ഒന്നും ഇതിനകത്തില്ല. അത് അപ്പോഴേക്കും നമ്മുടെ ക്ലേൻ്റെ മേലെ അടിച്ചിട്ടുള്ള പെയിൻറ്റ്, വൈറ്റ് പെയിൻറ്റിൽ അത് ഉണങ്ങാനുള്ള ഗ്യാപ്പാണ്. ഇത് ചെയ്ത് വരുമ്പോഴേക്കും അവിടെ ഓൾമോസ്റ്റ് ഉണങ്ങി കഴിയും. അപ്പോൾ അതാണ് കാര്യങ്ങൾ. അപ്പോൾ അത് ഉണങ്ങി കിട്ടണം. ഓക്കെ, അപ്പോൾ ചാനൽ കാണുന്നവർ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻ്റൊക്കെ ചെയ്യുക കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ ഉണ്ടായിരുന്ന ബൾബിനെയാണ് ഇങ്ങനെയെല്ലാം ചെയ്ത്, അപ്പം ഞാനതൊന്ന് റീകേപ്പ് പോലെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതിന് കാണിച്ച് ലാസ്റ്റ് ഈ ഒരു ലുക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഫൈനൽ ലുക്ക്